Hi, hello, welcome back to our channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ നയൻതാര ഇൻസ്പയർഡ് ഹെയർ സ്റ്റൈൽ ആണ്. ഒരു സിമ്പിൾ ഒരു എവറിഡേ ഹെയർ സ്റ്റൈൽ ആണെന്ന് പറയാം. അപ്പോൾ ഹെയർ സ്റ്റൈൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഒന്ന് കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം. സോ നമുക്ക് ഹെയർ സ്റ്റൈൽ കണ്ടിട്ട് വരാം. അപ്പം ഞാൻ ആദ്യം തന്നെ ഫ്രണ്ട് പാർട്ടീഷൻ എടുത്തു. മുടി പാർട്ടീഷൻ ചെയ്തതിന് ശേഷം പിന്നെ ഒരു സൈഡിൽ നിന്നും കുറച്ച് മുടിയെടുത്ത് 3 strands ഓഫ് മുടിയെടുത്ത് സാധാരണ പോലെ ബ്രെയ്ഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഞാൻ 3 ഇഴ മുടി എടുത്തിട്ടുണ്ട്. അത് നോർമൽ നമ്മൾ എങ്ങനെയാണോ മുടി മെടയുക അതുപോലെ ഒരു 2 പ്രാവശ്യം ഒന്ന് ഞാനത് മെടഞ്ഞതിന് ശേഷം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇനി നമ്മൾ 2 സൈഡിൽ നിന്നും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മുടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം ഞാൻ ഇവിടെ മുടി ആഡ് ചെയ്ത് കൊടുത്തു. 2 സൈഡിൽ നിന്നും അല്ല, ഈ ഫ്രണ്ട് പോർഷനിൽ നിന്ന് തന്നെ നമ്മൾ മുടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ആദ്യം മുടി ആഡ് ചെയ്ത് കൊടുത്തു, വീണ്ടും ഒന്ന് ബ്രെയ്ഡ് ചെയ്തു. അത് കഴിഞ്ഞതാ രണ്ടാമത് വീണ്ടും ഞാൻ മുടി എടുക്കുകയാണ്. ഓക്കെ, ഇനി അത് വീണ്ടും ഒന്ന് സാധാരണ പോലെ ബ്രെയ്ഡ് ചെയ്യും. ഇനി അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടി മുടിയെടുക്കും. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഒരു 4 പ്രാവശ്യം അല്ലെങ്കിൽ മാക്സിമം ഒരു 5 പ്രാവശ്യം നമുക്ക് ചെയ്യാനുള്ളത് ഉണ്ടാവും. ഓക്കെ, വീണ്ടും ഞാനത് ബ്രെയ്ഡ് ചെയ്തു. ഇനി ലാസ്റ്റ് ടൈമാണെന്ന് ഒരു പ്രാവശ്യം കൂടെ മുടിയെടുക്കുകയാണ്. സാധാരണ പോലെ ബ്രെയ്ഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഫ്രണ്ടിൽ നിന്ന് മുടിയെടുത്ത് മെടഞ്ഞിരുന്നത് കഴിഞ്ഞു. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലിപ്പോൾ 3 സ്റ്റാൻഡ് ഓഫ് മുടി ഉണ്ടല്ലോ, അത് മാത്രം സാധാരണ പോലെ ഒന്ന് ബ്രെയ്ഡ് ചെയ്യാണ്. അത് മാത്രം. ഇനി നമ്മൾ മുടിയെടുക്കുന്നില്ല. നമുക്ക് ബാക്കിൽ ക്ലിപ്പ് ചെയ്യേണ്ട പോർഷൻ വരെ നമ്മളതൊന്ന് സാധാരണ പോലെ ബ്രെയ്ഡ് ചെയ്യുന്നു. ഇനി ഞാൻ തൽക്കാലം ഒരു ടിക് ടാക്ക് പിന്ന് വെച്ച് അതൊന്ന് തൽക്കാലത്തേക്ക് ഒന്ന് സെക്യൂർ ചെയ്യാണ്. കുറച്ച് കഴിഞ്ഞ് അത് അഴിക്കേണ്ടതാണ്. തൽക്കാലത്തേക്ക് ഞാനൊന്നതൊന്ന് സെക്യൂർ ചെയ്തു. ഓക്കെ, ഇനിയിപ്പോൾ ഈ സൈഡിൽ ചെയ്തത് തന്നെ നമുക്ക് മറ്റേ സൈഡിലും ചെയ്യാനുണ്ട്. സെയിം തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി മറ്റേ സൈഡിലും. ഇപ്പോൾ എങ്ങനെയാണോ ചെയ്തത് അത് തന്നെ. പിന്നെ ഞാൻ വിചാരിച്ചെൻ്റെ മുടി ഇങ്ങനെ ഫ്രണ്ടിൽ വെട്ടിയിട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതിങ്ങനെ വെറുതെ കിടക്കുമ്പോൾ അതൊരു ഭംഗിയില്ല. അപ്പോൾ അതൊന്ന് മുകളിലോട്ട് ചെറുതായിട്ടൊന്ന് കാണാത്ത പോലെ ഒന്ന് ബോബി പിൻ വെച്ച് ഒന്ന് സെക്യൂർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഇങ്ങനെ ചെയ്തപ്പോഴാണ് അതിനൊരു ഭംഗി വന്നത്. ഇനി വീണ്ടും അത് രണ്ടാമത്തെ സൈഡിൽ നമ്മളിപ്പോൾ ഫസ്റ്റ് എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ ചെയ്യാണ്. അപ്പോൾ അത് എങ്ങനെ ചെയ്യണമെന്ന് ഇപ്പോൾ അറിയാമല്ലോ, അത് കാരണം ഞാനതൊന്ന് സ്പീഡ് കൂട്ടി കാണിക്കുകയാണേ. ഇനി ആ മുടിയും സാധാരണ പോലെ ഒന്ന് ബ്രെയ്ഡ് ചെയ്യാണ്. ബാക്കിൽ ക്ലിപ്പ് ചെയ്യേണ്ട പോർഷൻ വരെ അതൊന്ന് ബ്രെയ്ഡ് ചെയ്തു. ഇനി ആ മുന്നേ കുത്തിയിട്ടുണ്ടായിരുന്ന ടിക് ടാക്ക് പിൻ ഞാൻ അഴിച്ചു. ഇനി രണ്ടും കൂടി ബാക്കിൽ ഏതെങ്കിലും ഒരു നോർമൽ ക്ലിപ്പ് ഉപയോഗിച്ച് സെക്യൂർ ചെയ്യാം. അപ്പോൾ ഈ ക്ലിപ്പ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ സെക്കൻഡ് സൈഡിലും വെട്ടിയിട്ടുള്ള മുടി ഒരു ബോബി പിൻ വെച്ച് സെക്യൂർ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ ഇതുപോലെ ഉണ്ടായിരിക്കും. ഇപ്പോൾ നയൻതാര ഇൻസ്പയർഡ് ഹെയർ സ്റ്റൈൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം. സോ അടുത്ത ഹെയർ സ്റ്റൈൽ വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.